പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി പൈനാപ്പിളൊക്കെ ചെറുതായി കട്ട് ചെയ്ത ശേഷം 1/2 കപ്പ് വെള്ളത്തിലാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തേങ്ങ പീസസാണ് ചേർക്കുന്നത്. 2 ചുവന്നുള്ളി ചേർക്കാം, 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനത്തെ തേങ്ങയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോര് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. എന്താ നമ്മൾ അരപ്പൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് ചേർക്കുന്നത്. അങ്ങനെ അരപ്പും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. പൈനാപ്പിളിന് മധുരം കുറച്ച് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് ശർക്കരയും കൂടി ചേർക്കുന്നു. ചെറുതായിട്ട് തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. ഞാനെന്താ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്.